ചെഫ്ചൊവാനിലെ വീടുകൾക്കും കടകൾക്കും മേൽ നീല നിറം തേച്ചുവെച്ചാണ് ജനിച്ചു വീണ നഗരം വിട്ട് അവർ ഇസ്രായേലിലേക്ക് ചേക്കേറിപ്പോയത്. യഹൂദരുടെ ഓർമ്മക്കായി നഗരത്തിലെ മുസ്ലിങ്ങൾ ആ നീല നിറത്തെ പിന്നീട് നിലനിർത്തി. ലോക ചരിത്രത്തിലെ അസാധാരണമായ സദ്ഭാവനകളിൽ ഒന്നിന്റെ കഥ പറയുകയാണ് ഈ മൊറോക്കൻ നഗരം. ഞാൻ താമസിച്ച ഹോട്ടലിന്റെ ടെറസിൽ നിന്ന് പകർത്തിയ അതീവ സുന്ദരമായ പ്രഭാത കാഴ്ചകളാണിത്. ഒരു മല മുഴുവനും നീലച്ചായം തേച്ചു പിടിപ്പിച്ചതുപോലെയാണ് ഈ ദൃശ്യങ്ങൾ. ഹോട്ടൽ തന്നെയും മൂറിഷ് സ്പാനിഷ് മാതൃകകൾ കൂടിക്കലർന്ന സവിശേഷമായ ഒരു നിർമ്മിതിയാണ്. നഗരത്തിന്റെ പുരാതന മാർക്കറ്റായ മദീനയിലേക്ക് നടന്നു പോകുന്ന വഴിയിലെ കുഞ്ഞു കടകൾ പോലും ഇതേ നീല നിറത്തിലാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മദീനയിലേക്കുള്ള പ്രവേശന കവാടം. ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്നും നഗരത്തെ രക്ഷിച്ചു നിർത്തിയ കോട്ടയാണിത്. 5 നൂറ്റാണ്ടിന്റെയെങ്കിലും പഴക്കമുണ്ട് അതിന്റെ ചരിത്രത്തിന്. 1471 മൗല അലി ബിൻ റാഷിദ് എന്ന ഭരണാധികാരിയുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട കോട്ടയെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കാലം ബാക്കി വച്ചിട്ടുണ്ട്. ഇന്ന് അതൊരു മ്യൂസിയമായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് സ്പെയിനിൽ നിന്ന് അഭയാർത്ഥികളായി മൊറോക്കോയിലെത്തിയ യഹൂദർ ഇസ്രായേലിലേക്ക് കുടിയേറിയതിനു ശേഷവും അവരുടെ മതത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നിനെ കാത്തുസൂക്ഷിച്ച ചെഫ്ചൊവാൻ നഗരത്തെക്കുറിച്ച് ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണാനായി ഞങ്ങളുടെ പേജ് സന്ദർശിക്കൂ.